നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഈ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നു വീണ്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ നടപടികളാണ് ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു വരുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലൊക്കെ അതീവ ജാഗ്രത തുടരുകയാണ്. കോഴിക്കോട് മരിച്ച മലപ്പുറം മങ്കട സ്വദേശിയായ യുവതിയുടെ റൂട്ട് മാപ്പ് ഇന്നലെ വൈകി പുറത്തുവിട്ടിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രത്യേക വാർഡ് സജ്ജീകരിച്ചു. 3 ജില്ലകളിലായിട്ട് നിലവിൽ 345 പേരാണ് ഇവരുടെ സമ്പർക്ക പട്ടികയിലുള്ളത്. അതേസമയം വവ്വാലുകളെ പടക്കം പൊട്ടിച്ചോ മറ്റോ ഓടിക്കാൻ പാടില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുടെ വീടിന്റെ പരിസരത്തൊക്കെ വവ്വാലിന്റെ സാന്നിധ്യം നന്നായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അജിത് ബാബുവിനോട് ചോദിക്കാം എന്നാണ് വിവരങ്ങൾ എന്നുള്ളത്. അജിത്തെ, ഗുഡ് മോർണിംഗ്. ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. കടുത്ത നടപടിയുമായി ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നു. ഈ റൂട്ട് മാപ്പ് അടക്കം പുറത്തുവിടുന്നതിലൊക്കെ ചെറിയൊരു കാലതാമസമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അജിത്തേക്ക. ഇന്നലെ ഏറെ വൈകിയാണ്, ഒരു 10 മണിക്കൊക്കെ ശേഷം തോന്നുന്നു ആ റൂട്ട് മാപ്പൊക്കെ പുറത്തുവിട്ടത്. അപ്പോൾ എങ്ങനെയാണ് ഇനിയിപ്പോൾ ആരോഗ്യവകുപ്പിന്റെ അടുത്ത നടപടികൾ? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. നിപ്പ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ഇല്ല, ജാഗ്രതയാണ് വേണ്ടതെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളും മുന്നൊരുക്കങ്ങളുമാണ് നടത്തിയിട്ടുള്ളത്. നിലവിൽ മലപ്പുറത്ത് 211 പേരും, പാലക്കാട് 91 പേരും, കോഴിക്കോട് 43 പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ജാഗ്രത കൃത്യമായി വേണമെന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. പ്രത്യേകിച്ചും പാലക്കാടെ സംബന്ധിച്ച് വളരെ ഗൗരവത്തോടു കൂടി തന്നെ ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. 2 പഞ്ചായത്തുകളിലായി 6 വാർഡുകൾ ഇത്തരത്തിൽ നേരത്തെ തന്നെ അവിടെ മുന്നറിയിപ്പ് നൽകുകയും വേണ്ട ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്തു. ബാക്കി തുടർ നടപടികളടക്കം സ്വീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ പ്രഖ്യാപിച്ച സ്ഥലങ്ങളിലുള്ള നിയന്ത്രണങ്ങളുടെ വിവരങ്ങളെല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. ആ മേഖലയിൽ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നത് രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാക്കി ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ സ്കൂളുകൾക്കുൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും പൊതുവിടങ്ങളിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്നതിനുൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആളുകൾ കൂട്ടം കൂടാനോ പുറത്തുനിന്ന് കണ്ടെയ്ൻമെൻറ്റ് സോണിലേക്ക് പ്രവേശിക്കാനോ പാടില്ല എന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വളരെ കർക്കശമായി തന്നെ ഈ കാര്യങ്ങൾ പാലിക്കണമെന്നുള്ളതാണ്. അതിന് പോലീസിനും ആ കാര്യത്തിൽ ഇത് പരിശോധിക്കാനായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ വലിയ തരത്തിലുള്ള ജാഗ്രതയാണ് പ്രദേശത്താകമാനമുള്ളത്. മാത്രമല്ല മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം എത്തി ഈ സ്ത്രീയുടെ വീട് പരിശോധിക്കുകയും അവിടെ പരിശോധന നടത്തുകയും ചെയ്തു. ഇപ്പോഴും ഈ സ്ത്രീയുടെ നില ഗുരുതരമായി തുടരുകയാണ്. വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഇതിനോടകം തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന സാഹചര്യമുള്ളത്. നമുക്ക് ഏറ്റവും ഒടുവിൽ പറയുകയാണെങ്കിൽ ഏത് തരത്തിലാണ് ഈ പ്രതിസന്ധി ആകമാനം രൂപപ്പെട്ടത് നാട്ടുകാരടക്കം പറയുന്നത് ഇവിടെ തരത്തിൽ വലിയ വവ്വാലുകളുടെ സാന്നിധ്യമുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് ജില്ലാ ഭരണകൂടവും വിദഗ്ധരും ഒക്കെ പറയുന്നത് ഇത്തരത്തിലൊരു ആശങ്ക ഉണ്ടാകുന്ന സമയത്ത് വവ്വാലുകളെ പടക്കം പൊട്ടിച്ചൊക്കെ ഓടിക്കുന്നത് അത് ഗുണത്തെക്കാൾ കൂടുതൽ ദോഷമായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരം നടപടികളിലേക്ക് കടക്കരുതെന്ന് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. ഒരു തരത്തിലും ഈ പടക്കം പൊട്ടിച്ചോ വവ്വാലുകളെ മരത്തിൽ നിന്ന് തുരുത്താനുള്ള ശ്രമങ്ങൾ നടത്തരുതെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. അത് കൂടുതൽ ദോഷം മാത്രമേ ഉണ്ടാക്കുമെന്നു കൂടി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. കൃത്യമായ ജാഗ്രതയാണ് വേണ്ടതെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. കൃത്യമായ മുന്നൊരുക്കങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് അറിയിക്കുന്നത്. ഏതാണെങ്കിലും വലിയ തരത്തിലുള്ള ഗൗരവത്തോടു കൂടിയാണ് സമൂഹം ഈ വിഷയത്തെ കാണുന്നത്. നമുക്കറിയാം, മുമ്പുള്ള നിപ്പ കേസുകളുമായി ബന്ധപ്പെട്ട് വലിയ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ ഒരുക്കിക്കൊണ്ടായിരുന്നു സംസ്ഥാനം ആകെ നിപ്പയെ നേരിട്ടത്. അതുപോലെ തന്നെ ഈ കാര്യത്തിലും അതേ ജാഗ്രതയോടുകൂടി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സ്ത്രീയുടെ റൂട്ട് മാപ്പ് പുറത്തു വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതൊരു ആശ്വാസകരമായ കാര്യമാണ്. കൂടുതലും യാത്ര ചെയ്തിട്ടുള്ളത് സ്വകാര്യ കാറിലാണ്. അതുകൊണ്ട് തന്നെ ആശുപത്രികളിലേക്ക് പോയതുൾപ്പെടെ സ്വകാര്യ കാറുകളിലായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അപകട സാധ്യത കുറവാണ് എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായ കാര്യം. 25-ാം തീയതിയാണ് ഈ പനിയുടെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. 26-ാം തീയതി ഒരു സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശിക്കുന്നു. പനി കുറയാത്തത് കൊണ്ട് 27-ാം തീയതി വീണ്ടും മറ്റൊരു സ്വകാര്യ ആശുപത്രി സന്ദർശിക്കുന്നു. പിന്നീട് 28-ാം തീയതി വീണ്ടും ഒരു ആശുപത്രി സന്ദർശിക്കുന്നു. ഇവിടെ വെച്ചിട്ട് പനി കൂടുതലാകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. 29-ാം തീയതിയാണ് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് വൈകിട്ട് 3:30 റൂമിലേക്ക് മാറ്റുകയും രാവിലെ ഡിസ്ചാർജ് ചെയ്യുകയും പിന്നീട് പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഏതാണെങ്കിലും വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങളും റൂട്ട് മാപ്പിൽ ഉൾപ്പെടെയുള്ള പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ തന്നെയും നിർദ്ദേശങ്ങളും ക്വാറന്റൈനിൽ പോകാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 59 പേരാണ്
ഇതുവരെ പ്രൈമറി കോൺടാക്റ്റിലുള്ളത് അവരെ ക്വാറന്റൈൻ ചെയ്യാനുള്ളത് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. വീട്ടിലുള്ള ആളുകൾ ഉൾപ്പെടെ ഹൗസ് ക്വാറന്റൈനിലാണ്. ഏതാണെങ്കിലും ഈ പ്രൈമറി കോൺടാക്റ്റിലുള്ള ആർക്കും നിലവിൽ രോഗലക്ഷണങ്ങളില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഇവരെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. സേതുലക്ഷ്മി. ഓക്കെ അജിത്ത്, വ്യക്തമാണ്. അപ്പോൾ നിപ്പയിൽ അജിത്ത് പറഞ്ഞ പോലെ ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്ന നിപ്പയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, ജാഗ്രത മാത്രം മതി എന്നാണ്.